സംസ്ഥാനത്തെ ആർട്ടിസ്റ്റുകളെ ഇരുപക്ഷത്താക്കും വിധം ഒരു വിവാദം ദിവസങ്ങളായി ചൂടുപിടിച്ചിരിക്കുകയാണ്. എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗ്യാലറിയിൽ പ്രദർശനത്തിന് വെച്ച കലാസൃഷ്ടി കീറി നശിപ്പിച്ചതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഒരു വിഭാഗം കലാകാരന്മാരും ലളിതകലാ അക്കാദമിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ എത്തി നിൽക്കുകയാണ്. നോർവീജിയൻ കലാകാരി ഹനാൻ ബെനാമറിന്റെ സൃഷ്ടിയും അത് കീറിയെറിഞ്ഞതുമെല്ലാമാണ് ഈ ചർച്ചയുടെ അടിസ്ഥാനം. സൃഷ്ടി കീറിയെറിഞ്ഞ ഹോച്ചിമിൻ ഇപ്പോൾ ലളിതകലാ അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ്. വിശദമായി നോക്കാം RD Extra. നോർവീജിയൻ കലാകാരി ഹനാൻ ബെനാമറിന്റെ കലാസൃഷ്ടികൾ കീറിയെറിഞ്ഞ മലയാളി കലാകാരൻ ഹോച്ചിമിനും അക്കാദമിയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. കലാസൃഷ്ടി കീറിയെറിഞ്ഞ നിലയിൽ പ്രദർശനം തുടരുന്നത് തന്നെ അധിക്ഷേപിക്കുകയാണെന്ന ആരോപണമാണ് ഹോച്ചിമിൻ ഉന്നയിക്കുന്നത്. ഹോച്ചിമിൻ സൃഷ്ടി കീറിയെറിഞ്ഞതിന്റെ ചാനൽ വാർത്തകൾ ദർബാർ ഹാളിൽ പ്രദർശിപ്പിക്കുന്നുമുണ്ട്. നിയമപരമായി നേരിടുന്നതിന് തന്നെ കുറ്റവിചാരണയ്ക്ക് എറിഞ്ഞു നൽകുകയാണ് അക്കാദമി എന്നാണ് ആരോപണം. ആർട്ട് എന്ന പേരിൽ പ്രദർശനത്തിനായി തൂക്കിയിട്ട തെറിയെഴുത്തുകളാണ് വലിച്ചു താഴെയിട്ടത്. അതിൽ കുറ്റബോധമില്ല. ടോർച്ചറിംഗാണ് അക്കാദമിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും ഹോച്ചിമിനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ചൂണ്ടിക്കാട്ടുന്നു. ഹനാൻ ബെനാമറിന്റെ സൃഷ്ടികൾ മൊഴിമാറ്റം ചെയ്തതിലുണ്ടായ അപാകതയാണ് എല്ലാത്തരം പ്രശ്നമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. അവരിൽ തന്നെ ഹോച്ചിമിന്റെ കീറിയെറിയൽ പ്രതിഷേധത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. എന്നാൽ ഹനാൻ ബെനാമറിന്റെ സൃഷ്ടിയോട് ഇവർ സ്വീകരിച്ച സമീപനം അഭിപ്രായ സ്വാതന്ത്ര്യത്തോട് നേരെയുള്ള കയ്യേറ്റമായി വിലയിരുത്തുന്നവരാണ് എതിർപക്ഷം. RD Extra ന്യൂസ് മലയാളം. വളരെ വേഗത്തിൽ ഡാറ്റാ ഷീറ്റിലേക്ക് എന്തായിരുന്നു വിവാദം എന്ന് പരിശോധിക്കാം. അസഭ്യ പ്രയോഗങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രദർശനത്തിന് വെച്ച കലാസൃഷ്ടി കീറിയെറിഞ്ഞത് ഒക്ടോബർ 22-നാണ്. ലളിതകലാ അക്കാദമിയുടെ അന്യവൽകൃത ഭൂമിശാസ്ത്രങ്ങൾ എന്ന പ്രദർശനത്തിനിടെയായിരുന്നു പ്രതിഷേധം. നോർവീജിയൻ കലാകാരി ഹനാൻ ബെനാമറിന്റെ കലാസൃഷ്ടി കീറിയത് ആർട്ടിസ്റ്റ് PH ഹോച്ച്മിനാണ്. പ്രതിഷേധവുമായി ഹോച്ച്മിനൊപ്പം കലാപ്രവർത്തകൻ സുധാംശുവും എത്തി. 7 ലിനോക്കട്ട് ഗ്രാഫിക് പ്രിന്റുകൾ കീറിയെറിഞ്ഞു. വിവാദമായത് പ്രദർശനത്തിനായി മലയാളത്തിൽ മൊഴിമാറ്റിയ ഗോ ഇറ്റ് യുവർ ഡാഡ് എന്ന സൃഷ്ടിയിലെ അസഭ്യ പ്രയോഗമാണ്. അസഭ്യ പ്രയോഗത്തിൽ ഒരു വിഭാഗം കലാകാരന്മാർ അക്കാദമിക്കെതിരെ നിലപാട് എടുക്കുകയും ചെയ്തിരുന്നു. ഹനാന്റെ കലാസൃഷ്ടി പരിശോധിക്കാം. ദ നോർവീജിയൻ ആർട്ടിസ്റ്റ് കാനൻ പട്ടികയിൽപ്പെടുന്ന സൃഷ്ടി എന്നതാണ് പ്രത്യേകത. നോർവേയിലെ തീവ്ര വലതുപക്ഷത്തിൽ നിന്നും നേരിട്ട വിദ്വേഷ പ്രസ്താവനകൾ ചേർത്ത ഒരുക്കിയ ഒരു കലാസൃഷ്ടിയാണിത്. സദാചാരം ചോദ്യം ചെയ്തതിന് ശേഷം അതിനെതിരായ സൃഷ്ടി തന്നെ സദാചാര ചോദ്യം ചെയ്യലിന് വിധേയമായി എന്നാണ് ഹനാൻ ഇപ്പോൾ ആരോപിക്കുന്നത്. ആർട്ട് സ്പേസുകൾ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ട സ്ഥലങ്ങളാണെന്നും ഈ കലാകാരി പറയുന്നു. പ്രദർശനം തുടരുകയാണ് അക്കാദമി. നശിപ്പിക്കപ്പെട്ട കലാസൃഷ്ടികൾ കീറിയെറിഞ്ഞ അവസ്ഥയിൽ പ്രദർശനം തുടർന്നു. അസഹിഷ്ണുതയുടെ ദൃഷ്ടാന്തമായി നിൽക്കട്ടെ എന്ന് അക്കാദമി ചെയർപേഴ്സൺ മുരളി സീരോത്തും പറയുന്നു. കലാപ്രദർശനം സെൻസർഷിപ്പിനും അക്രമത്തിനും എതിരായ പ്രമേയമാക്കി മാറ്റി. ഹോച്ചിമിൻ കലാസൃഷ്ടി കീറിയെറിയുന്ന വാർത്താ വീഡിയോയും പ്രദർശനത്തിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാദമിയെ വെല്ലുവിളിച്ചിരിക്കുന്നു ഹോച്ചിമിൻ. വിധി കൽപ്പിക്കാനും വിചാരണ നടത്താനും ലളിതകലാ അക്കാദമി ആരെന്ന് PH ഹോച്ചിമിൻ ചോദിക്കുന്നു. താൻ ക്രിമിനലാണ് എന്ന നിലയിൽ ലളിതകലാ അക്കാദമി വീഡിയോ പ്രദർശിപ്പിക്കുന്നതായും ഹോച്ചിമിൻ ആരോപിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ കേസുമായി മുന്നോട്ട് പോകണം. കോടതി വിധിച്ചാൽ ശിക്ഷ സ്വീകരിച്ചോളാം എന്നും അദ്ദേഹം പറയുന്നു. പ്രാദേശിക കലാകാരന്മാരെ അവഗണിക്കുന്നതാണ് ലളിതകലാ അക്കാദമിയുള്ള ശൈലി. അതിന് കിട്ടിയ അവസരം ഉപയോഗിക്കുകയാണ് അക്കാദമി ഇപ്പോൾ ചെയ്യുന്നതെന്നും ഹോച്ചിമിന്റെ ആരോപണം. ഇടതുപക്ഷ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കലാകാറിന്റെ നേതാവ് കൂടിയാണ് ഹോച്ചിമിൻ എന്നുള്ളതാണ് ഡാറ്റാ ഷീറ്റിലുള്ളത്. ഹർഷൻ, തെറ്റാണോ ഇതൊക്കെ? അല്ല, ഇതിൽ ഈ കലാകാരന്മാരുടെ തർക്കമാകുമ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ ഇടപെടാൻ. എന്തായാലും ഇത് ഈ സാംസ്കാരിക വിവർത്തനം ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളോ ആശയങ്ങളോ ഒക്കെ ധാരാളം ലോകത്തുണ്ട്. കാരണം പലതരം സാംസ്കാരിക സാഹചര്യത്തിൽ നിന്നാണല്ലോ പല ആളുകളും വരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഹനാൻ ബെനാമറിൻ്റെ ഈ പ്രദർശനം എന്ന് പറയുന്നത് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവർ കുത്തിപ്പറിച്ചെടുത്തിരിക്കുന്നതാണ്. അതിന് ആ തീവ്രതയും തീക്ഷ്ണതയും ആ വേദനയും ഒക്കെ അതിനകത്തുണ്ട്. ആ ഭാഷയിൽ അതുണ്ട്. ആ ഭാഷ എന്ന് പറയുന്നത് അവർക്കെതിരെ പ്രയോഗിക്കപ്പെട്ടതെല്ലാം ചേർത്ത് വെച്ച് അവരൊരു കലാസൃഷ്ടിയായി അവിടെ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിനെ ഒന്ന് ആ നിലയ്ക്ക് തിരിച്ചറിയണം. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഈ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞില്ലേ, ഈ സാംസ്കാരിക വിവർത്തനം എന്ന് പറയുന്നത് അത് നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം ആ പ്രയോഗത്തെ അതേ വാക്കുകളോടെ, അതായത് ഈ ഗൂഗിൾ ട്രാൻസ്ലേഷൻ പോലെ എടുത്തു വച്ചാൽ ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പറയുമല്ലോ പല വിഷയങ്ങളിൽ എങ്ങനെയുണ്ട്. ഇപ്പോൾ ഈ ആഫ്രിക്കൻ
ഫോക്ക് മ്യൂസിക്കൊക്കെ അത് എടുത്ത് പോപ്പ് മ്യൂസിക്കിനോട് ചേർത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിൽ അത് അതേപടി അവതരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, ഈ ആഫ്രിക്കക്കാരൻ അനുഭവിച്ച വേദന എന്താണ്, ആ സംഗീതത്തിലെ പെയിൻ എന്താണ്, ആ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ള ആരോപണം പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സനീഷിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനുണ്ട് മുറാക്കാമി എഴുതുന്നത് അങ്ങേയറ്റ ആ ജാപ്പാനീസ് സംസ്കാരത്തിൽ നിന്നുകൊണ്ട് അത് എഴുതുമ്പോൾ ലോകമെമ്പാടും അത്തരത്തിലുള്ള ചില വിമർശനങ്ങളോ അതായത് വിവർത്തനം ചെയ്യുന്നവരെ കുറിച്ചാണ്, അല്ലാതെ ഇത് എഴുതിയ മുറാക്കാമിയെക്കുറിച്ചല്ല. വിവർത്തനം ചെയ്യുന്നവർ അതിനോട് നീതി പുലർത്തുന്നില്ല, ആ ആശയത്തെ ആ മട്ടിൽ തന്നെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള വിമർശനം അവിടെയുണ്ട്. മലയാളികളെക്കുറിച്ച് ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ വലിയ എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തകഴിയെപ്പോലും MT പോലെയൊക്കെ വലിയ എഴുത്തുകാരുണ്ടായിരുന്നു. ഇവരുടെ വിമർശനങ്ങളൊന്നും വേണ്ട രീതിയിൽ പുറത്ത് ക്ലച്ച് പിടിക്കാതെ പോയതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നായർ കുടുംബമൊന്നും നായർ കുടുംബത്തിൻ്റെ തറവാടിൻ്റെ ക്ഷയവും ഒക്കെ ഇത് പുറത്തൊരാൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന സംഗതിയല്ല. അതിനെ വൈകാരികമായി ആ നിലയ്ക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട് എന്നുള്ളതാണ്. കാരണം ആ ആശയ പരിസരം എപ്പോഴും ഈ പ്രധാനപ്പെട്ട എഴുത്തുകാരുടേത് ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നത് കൊണ്ട് അത് അങ്ങനെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം വാസ്തവമാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ആ നിലയ്ക്കാണ് അതിനെ ഉൾക്കൊള്ളേണ്ടത്. കാരണം അവരുടെ അനുഭവങ്ങളെ ഒരു കാരണവശാലും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. പക്ഷേ അത് എഴുതി അവതരിപ്പിച്ച് വയ്ക്കുമ്പോൾ ഇപ്പോൾ അതിനെ ഈ പറഞ്ഞതുപോലെ ഈ അപമാനിക്കാനുള്ള ശ്രമമാണ് ഈ നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ കലാകാരിയുടെ ഭാഗത്തു നിന്നാണ് അതിനെ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഒരു അക്കാഡമി ചെയ്യുന്ന പണിയാണോ ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് അവരുടെ കൂടി ഒരു ആശയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ ആ മട്ടിൽ കണ്ടു വിട്ടാൽ മതി എന്നാണ്. പിന്നെ ഒരു മുന്നറിയിപ്പ് വേണം തീർച്ചയായും. ഈ സൈസ് തെറിയൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നാട്ടുകാരോട് നേരത്തെ കാലം കൂട്ടി പറയണം. അല്ല, അപ്പോൾ അത് കാണാതിരിക്കാമല്ലോ അങ്ങനെ കാണുന്നതിൽ ബുദ്ധിമുട്ടുള്ളവർക്ക്. അതെ. പ്രതികല എന്നാണ് ഹനാൻ ബെനാമറിന്റെ സൃഷ്ടിയെ നശിപ്പിച്ച പ്രവൃത്തിയെ ഹോച്ചിമിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന സംഘവും വിശേഷിപ്പിക്കുന്നത് യോജിക്കാനാകാത്ത കലയെ നശിപ്പിക്കുന്നതും ഒരു ആവിഷ്കാരമാണെന്നും ലോകകലയിൽ അത്തരം പ്രവർത്തികൾ മുമ്പും നടന്നിട്ടുണ്ടെന്നും അവർ പറയുന്നു. RDX എന്തായാലും ആ വാദത്തോട് യോജിക്കുന്നില്ല. ഹോച്ചിമിൻ ചെയ്തത് കലാസ്വാതന്ത്ര്യത്തെ അവഹേളിക്കുന്ന പ്രവൃത്തി കൂടിയാണ്, അതൊരു മോശം ആവിഷ്കാരമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ കയ്യേറ്റത്തിൻ്റെയും കീറിപ്പറത്തലിൻ്റെയും അല്ലാത്ത വിയോജിപ്പിൻ്റെയും സാധ്യതകൾ ഉണ്ടായിരുന്നു. ഹനാൻ ബെനാമറിന്റെ സൃഷ്ടി അലസമായ പരിഭാഷയിലൂടെ വികലമാക്കി എന്ന വിമർശനമടക്കം അക്കാദമി കാണണം. പിന്നെ ഇതിലൊക്കെ ഗൗരവപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ കേരളത്തിന്റെ കലാ സാംസ്കാരിക മേഖലയിൽ പ്രശ്നവൽക്കരിക്കാനും പരിഹരിക്കാനും ഉണ്ടെന്ന് നമ്മുടെ കലാകാരന്മാർ ഒന്നോർത്താൽ കൊള്ളാം. RDX പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.